ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ കങ്കണ റണൌട്ട് പറഞ്ഞിരുന്നു. പാർട്ടി അംഗമല്ലെങ്കിൽ കൂടി സാക്ഷാൽ മോദിജി കങ്കണയെ കനിഞ്ഞങ്ങ് അനുഗ്രഹിച്ചു. 5ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ കങ്കണ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ BJP സ്ഥാനാർത്ഥിയായി. പിന്നാലെ പാർട്ടിയിൽ ഔദ്യോഗിക അംഗത്വമെടുത്തു. പക്ഷെ സ്ഥാനാർത്ഥിയായെന്നും വെച്ച് എങ്ങനെയും വിവാദമുണ്ടാക്കാനുള്ള ആ ടെൻഡൻസി കങ്കണയ്ക്ക് മാറ്റിവെക്കാനാകുമോ? അപ്പോഴാണ് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വരുന്നത്. രജ്ജോയിലെ വേശ്യ മുതൽ തലൈവിയിലെ വിപ്ലവ നേതാവ് വരെ വ്യത്യസ്തമായ സ്ത്രീവേഷങ്ങൾ കങ്കണ ചെയ്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കങ്കണയുടെ ഫോട്ടോ സഹിതമാണ് ശ്രീനേറ്റ് പോസ്റ്റ് ഇട്ടത്. സംഗതി പുള്ളിക്കാരിയുടെ സിനിമ ക്യാരക്ടേഴ്സിനെ പറ്റിയാണെങ്കിലും അതിലൊരു അപകീർത്തി മണത്തു. മടിച്ചില്ല. അതേ നാണയത്തിൽ തന്നെ മറുപടിയുമായി കങ്കണ രംഗത്തെത്തി. നമ്മുടെ പെൺമക്കളെ മുൻവിധികളുടെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കണം. ശരീരഭാഗങ്ങളെക്കുറിച്ചുള്ള ജിജ്ഞാസയ്ക്ക് അതീതമായി അവർ ഉയരണം. എല്ലാറ്റിനും ഉപരിയായി ലൈംഗിക തൊഴിലാളികളുടെ വെല്ലുവിളി നിറഞ്ഞ ജീവിതമോ സാഹചര്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗമോ അപവാദമോ ആയി ഉപയോഗിക്കുന്നതിൽ നിന്ന് നാം വിട്ടുനിൽക്കണം എന്നായിരുന്നു കങ്കണയുടെ പോസ്റ്റ്. ഇതും കഴിഞ്ഞിട്ട് അരിശം തീരാഞ്ഞ് ശ്രീനേറ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷന് കങ്കണ പരാതി നൽകി. ഗുജറാത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെക്കുറിച്ച് മോശമായ പരാമർശം നടത്തുന്നതിന്റെ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടും കങ്കണ പുറത്തുവിട്ടു. ഒരു യുവാവിന് ടിക്കറ്റ് കിട്ടിയാൽ അയാളുടെ പ്രത്യയശാസ്ത്രം ആക്രമിക്കപ്പെടും. ഒരു യുവതിക്ക് ഇലക്ഷൻ ടിക്കറ്റ് കിട്ടിയാൽ ആക്രമിക്കപ്പെടുന്നത് അവളുടെ ലൈംഗികതയാണെന്നും കങ്കണ ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും കങ്കണയ്ക്ക് ഫുൾ സപ്പോർട്ടുമായി രംഗത്തെത്തി. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തു. അതേസമയം അനുചിതമായ പോസ്റ്റ് തന്റെ അറിവില്ലാതെ ആരോ ഉണ്ടാക്കിയതാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ശ്രീനേറ്റ് പുറത്തുവിട്ടു. मेरे फेसबुक और इंस्टाग्राम अकाउंट का एक्सेस कई लोगों के पास है. उसमें से किसी एक व्यक्ति ने आज एक बेहद घृणित और आपत्तिजनक पोस्ट की. मुझे जैसे ही पता चला मैंने सर्वप्रथम उस पोस्ट को डिलीट किया, क्योंकि जो कोई भी मुझे जानता है वो अच्छी तरह से जानता है कि मैं कभी भी किसी भी महिला के खिलाफ. തന്റെ പേരിൽ ഒരു പാരഡി അക്കൗണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് ട്വിറ്ററിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് ശ്രീനേറ്റിന്റെ വാദം. എന്തായാലും സംഗതി ഒരു ഇലക്ഷൻ സ്റ്റണ്ടാക്കാൻ ഒരുങ്ങി തന്നെയാണ് കങ്കണ.